ഹായ് ഗുഡ് മോർണിംഗ്. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഓണം കളക്ഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുഞ്ഞു ക്ലിയറൻസ് സെയിലും കൂടി ആയിട്ടാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. ക്ലിയറൻസ് സെയിലിൽ ലാസ്റ്റ് ഓരോ പീസസ് ഒക്കെ വരുന്ന ഓരോ ഐറ്റംസ് ആണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഇന്നത്തെ ഹൈലൈറ്റ് നമ്മുടെ താലിക്കൂട്ടാണ്. ഇതാ നമ്മൾ താലിക്കൂട്ടം വിത്ത് ചെയിനോട് കൂടിയുള്ളത് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാവർക്കും വെൽക്കം ടു ജിംഗിൾ ബെൽസ് കളക്ഷൻ. ആദ്യം തന്നെ എല്ലാവർക്കും വലിയ താങ്ക്സ് കേട്ടോ. ഓണത്തിന് നമുക്ക് ഒത്തിരി തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നിങ്ങളുടെ സ്നേഹത്തിനും അതേപോലെ സപ്പോർട്ടിനൊക്കെ ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഐറ്റം കണ്ടാലോ. റെഡ് ക്രിസ്റ്റൽസ് വരുന്ന ചെയിനാണ് കേട്ടോ. 8 പിടിയുടെ മാലയാണ്. ഇതാ 3 റെഡ് ക്രിസ്റ്റൽസ് ആണ് വരുന്നത്. പിന്നെ 3 നമ്മുടെ ഗോൾഡൻ ബീഡ്സ്. അതിന്റെ ആ ഗോൾഡൻ ബീഡ്സിന്റെ ഷൈനിങ് കാണുമ്പോൾ അറിയുന്നില്ലേ, അതിൽ ഓരോ പോയിന്റ് പോലെ നല്ല ഹൈലൈറ്റിംഗ് ഗ്ലിറ്ററിങ് വരുന്ന പോലെയുള്ള ബീഡ്സ് ആണ് കേട്ടോ വരുന്നത്. അങ്ങനെ അതിന്റെ പാറ്റേണിലാണ് കംപ്ലീറ്റ് പോകുന്നത്. 3 ബീഡ്സ് 3 മുത്ത് അങ്ങനെയുള്ള പാറ്റേണിലാണ് കേട്ടോ പോകുന്നത്. ഇതാണ് കൊളുത്ത് വരുന്നത്. അപ്പൊ 8 പിടിയുടെ മാലയാണ്. 8 പിടി എന്ന് പറയുമ്പോൾ 24 ഇഞ്ചാണ്. ഇപ്പൊ ഓണത്തിന് കളർ സാരീസ് ഒക്കെ ഉടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പ്രായം ചെന്ന അമ്മമാർക്ക് ഇടണം എന്നുള്ളവർക്കൊക്കെ ഇത് ചൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. റെഡ് ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ള ഒരു കളറും കൂടിയാണ്. അപ്പൊ ഇത് 350 ആണ് വരുന്നത്. ഒരെണ്ണത്തിന്റെ പ്രൈസ് പറയുന്നത് ഗോൾഡ് പ്ലേറ്റഡ് ആണ്. അപ്പൊ ഇതാണ് ക്ലോസർ വ്യൂ എന്ന് പറയണത്. അതിന്റെ ക്രിസ്റ്റൽസ് നല്ല ഭംഗിയാട്ടോ. ക്രിസ്റ്റൽസ് എന്നും നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ്. നല്ല ഷൈനിങ് തരുന്ന ഐറ്റംസും കൂടിയാണ് ക്രിസ്റ്റൽസ് പറയണത്. അപ്പൊ 350 ഉള്ളൂ. നല്ല ബഡ്ജറ്റ് പ്രൈസ് ആണ്. സിംഗിൾ ലെയർ ആണ്. ഇത് ജസ്റ്റ് എല്ലാവർക്കും കാണാനും അറിയാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ കയ്യിൽ 4 മടക്കി വെച്ചിരിക്കുന്നത്. ഇതിന്റെ ഡമ്മി ലുക്കൊക്കെ ഞാൻ കാണിച്ചു തരാമേ. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ വ്യൂ വരുന്നത്. നമ്മൾ കഴുത്തിൽ വെയർ ചെയ്ത് കഴിയുമ്പോൾ അത് ഇങ്ങനെ ഒരു ലുക്കാണ് കേട്ടോ കിട്ടുക. മാലയ്ക്ക് മാച്ചിങ് വരുന്ന പോലെ ഒരു ഇയറിങ്സും കൂടി കാണിക്കട്ടെ. ഇതാണ് ഇയറിംഗ്. കംപ്ലീറ്റ് വൈറ്റ് സ്റ്റോൺസ് ആണ് വന്നിരിക്കുന്നത്. ചുറ്റും നടുക്കൊരു റെഡ് സ്റ്റോൺ ട്ടോ. അതാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ബാക്കിൽ ഇത് സ്ക്രൂസ് ആണ്. ഗോൾഡ് പ്ലേറ്റഡിന്റെ ആണ്. അപ്പൊ 290 ആണ് വരുന്നത്. ഇതിന്റെ ബഡ്ജറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. 290ക്ക് വരുന്ന ഇയറിങ്സ് ആണ്. നല്ല രസമാണ് കേട്ടോ കാണാനായിട്ടും. നല്ല അടിപൊളി സ്റ്റോൺ വർക്ക്സ് വരുന്ന വലിയ സ്റ്റോൺ വർക്ക്സ് വരുന്ന ഒരു ഇയറിങ്സും കൂടിയാണ്. 290 കേട്ടോ. 2 റിങ്സും കൂടി കാണിച്ചു തരട്ടെ ഞാനിത്. ഈ പാറ്റേണിൽ വരുന്ന റിങ്സ് ആണ്. ഒന്ന് അഡ്ജസ്റ്റബിൾ ആണ്, ഒന്ന് അഡ്ജസ്റ്റബിൾ അല്ല. ഇങ്ങനെ ജസ്റ്റ് ഒരു ക്രോസിന്റെ രൂപത്തിലാണ് വരുന്നത്. അവിടെയൊക്കെ സ്റ്റോൺസ് ആണ് കേട്ടോ. വൈറ്റ് സ്റ്റോൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് അഡ്ജസ്റ്റബിൾ അല്ല, ഒരു തിന്നായിട്ടുള്ള നേരിയ പാറ്റേണിൽ വരുന്നതാണ്. ഇതാവുമ്പോൾ കുറച്ചും കൂടി അഡ്ജസ്റ്റബിൾ ആണ്. കോറലിന്റെ നമ്മുടെ റിംഗ് ആണ് വരുന്നത്. ഇത് ജസ്റ്റ് 95 റുപ്പീസ് അത്രയും വരുന്നുള്ളൂ. നല്ല പ്ലേറ്റഡിൽ അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലുള്ള കോറലിന്റെ റിങ്സ് ആണ് വരുന്നത്. ഇത് 90 റുപ്പീസേ വരുന്നുള്ളൂ. സ്റ്റോൺ വെച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള പാറ്റേണിൽ വരുന്ന റിംഗ് ആണ് കേട്ടോ. അപ്പൊ ഈ 2 ഐറ്റം ആണ് ഇനി അടുത്തത്. ഇതാണ് കേട്ടോ അതിന്റെ ക്ലോസർ വ്യൂ എന്ന് പറയുന്നത്. ഇതെല്ലാം പ്ലേറ്റഡിൽ വരുന്ന ഐറ്റംസ് തന്നെയാണ്. ഇതൊക്കെ സെക്കൻഡ് സ്റ്റഡും നമുക്ക് മൂക്കുത്തിയായിട്ടും ഒക്കെ ഇടാൻ പറ്റുന്ന പാറ്റേൺ ആണ്. ഫുൾ വൈറ്റ് സ്റ്റോൺസ് ആണ് വരുന്നത്. കംപ്ലീറ്റ് കാണുമ്പോൾ അറിയാനായിട്ട് പറ്റും നിങ്ങൾക്ക്. ബാക്കിൽ സ്ക്രൂസ് ആണ് ഗോൾഡ് പ്ലേറ്റഡിന്റെ. അപ്പോൾ ഒരെണ്ണത്തിന് 40 റുപ്പീസ് അത്രേ വരുന്നുള്ളൂ. നല്ല ബഡ്ജറ്റ് പ്രൈസ് ആണ്. അപ്പോൾ ഗോൾഡ് പ്ലേറ്റഡിന്റെ സെക്കൻഡ് സ്റ്റഡ് അല്ലെങ്കിൽ നമുക്ക് ഇതായിട്ട് മൂക്കുത്തിയായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി കാണിക്കുന്നത് നമ്മുടെ കരിമണിയുടെ മുത്ത് വരുന്ന ഷോർട്ട് ചെയിൻ ആണ്. ഈ പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക്സ് ആണ്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ അറിയാൻ പറ്റും. നടുക്ക് വയലറ്റ് കളർ സ്റ്റോൺ ആണ് വരുന്നത്. ഇതിന്റെ ചുറ്റും കണ്ടോ വൈറ്റ് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട്. താഴെ ഗുംഗ്രൂസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പക്ഷിയുടെ ചിത്രമാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ മേളിലായിട്ട് ഇങ്ങനെയാണ് ബ്ലാക്ക് ബീഡ്സ് വരുന്നത്. കംപ്ലീറ്റ് ഈ പാറ്റേണിലാണ് വരുന്നത്. ഇതിന്റെ ഇടയിലായിട്ട് ഒരു ഡിഫറെന്റ് ലുക്ക് തരാനായിട്ടുള്ള ചെയിനും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇത് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബോൾസും റിങ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വീണ്ടും കരിമണിയുടെ മുത്താണ് വരുന്നത്. പിന്നെ ഈ പാറ്റേൺ അങ്ങനെയാണ് പോകുന്നത്. കംപ്ലീറ്റ് പോകുന്നത്. ബാക്കിൽ ഇത് കൊളുത്തും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് വെയർ ചെയ്യണം എന്നുള്ളവർക്കൊക്കെ ഇത് ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് 440 വരുന്നുള്ളൂ. ഇത് നല്ല ബഡ്ജറ്റ് പ്രൈസ് ആണ്. ഗോൾഡ് പ്ലേറ്റഡ് ആണ്. ഗോൾഡിന്റെ അതേ ഫിനിഷിംഗും ലുക്കും തരുന്ന ഐറ്റംസും കൂടിയാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു ഡമ്മി ലുക്കും കൂടി ഇതിനെ കാണിച്ചേക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നീളം കൂട്ടണം എന്നുണ്ടെങ്കിൽ അത് നമ്മളോട് പറഞ്ഞാൽ മതി. അതും കൂടി നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. ഇതാണ് കേട്ടോ റിങ് ഇത് വരുന്നത്. കണ്ണികളൊക്കെ വരുന്നത്. അപ്പൊ ഇതിൽ തന്നെ നമ്മൾ ജസ്റ്റ് കുറച്ചും കൂടി നീളം കൂട്ടിയിട്ട് തരുന്നതായിരിക്കും. അപ്പൊ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മാത്രം മതിയെ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ്. കഴുത്തിൽ വെയർ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഒരു ലുക്കാണ് കിട്ടുക. ഒരു അത്യാവശ്യം 6 to 7 പിടിന്റെ ഉള്ളിൽ വരുന്ന ഐറ്റമാണ്. നമ്മൾ വേണമെങ്കിൽ നീളം കൂട്ടി തരുവേ.
ഇനി കാണിക്കുന്ന ഓപ്പൺ ബാംഗിൾസ് ആണ്. നമ്മുടെ ശംഖിന്റെ മോഡലിൽ വരുന്ന ഓപ്പൺ ബാംഗിൾസ് ആണ്. ഇത് കാണുമ്പോൾ അറിയാൻ പറ്റും നിങ്ങൾക്ക് നിറച്ചും സ്റ്റോൺ വർക്ക്സ് ആണ് ഈ ശംഖിന്റെ മോഡലിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ നടു സൈഡിലേക്ക് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് റൂബി സ്റ്റോൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിയ ബാംഗിൾസ് ആണ് കേട്ടോ. വലിയ സൈസ് ഉള്ളവർക്ക് പോലും ഇടാൻ പറ്റുന്ന തരത്തിലുള്ള ബാംഗിൾസ് ആണ്. ജസ്റ്റ് 210 വരുന്നുള്ളൂ. ഓപ്പൺ ബാംഗിൾസ് ആണ്. കയ്യിൽ ജസ്റ്റ് ഒന്ന് വെയർ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ ഒന്ന് ഇട്ടിട്ട് ജസ്റ്റ് വെയർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഇങ്ങനെയാണ് വരിക. എനിക്ക് കുറച്ചും കൂടി ലൂസ് ഫിറ്റ് ആണ്. കുറച്ചും കൂടി വലിയ സൈസ് 26, 28 ഉള്ളവർക്കൊക്കെ ധാരാളം ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റുവേ. അപ്പം ഇതെങ്ങനെയാണ് ലുക്ക് വരുന്നത്. ലുക്ക് വൈസ് ഇത് എങ്ങനെയാണ് കേട്ടോ വെയർ ചെയ്യുമ്പോൾ വരിക. 210 ആണ്. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് ആണ്. നല്ല ഗോൾഡിന്റെ ഫിനിഷ് തരുന്ന ഐറ്റം കൂടിയാണ്. ഇനി ലോക്കറ്റ്സ് കാണാമല്ലേ. നമുക്ക് താലിയുടെ ഓം എഴുതിയ ലോക്കറ്റ് അവൈലബിൾ ആയിട്ടുണ്ട്. ജസ്റ്റ് 130 വരുന്നുള്ളൂ. കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക്സ് ആണ്. വൈറ്റ് സ്റ്റോൺസിന്റെ വർക്ക്സ് ആണ് പോയിരിക്കുന്നത്. ഇതിൽ ഓം എഴുതിയിട്ടുണ്ട്. ഇതിന്റെ ക്ലോസർ വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് വരിക. രസമില്ലേ കാണാനായിട്ട്. 130ക്ക് നല്ല ബഡ്ജറ്റ് പ്രൈസും കൂടിയാണ്. കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക് വരുന്ന താലിയാണ്. ഓം എഴുതിയ താലിയാണ്. ഇനി അടുത്തത് വരുന്നത് നമ്മുടെ ലോക്കറ്റ് ലക്ഷ്മിദേവിയുടെ ചിത്രം വരുന്ന ലോക്കറ്റാണ്. ഇതാണ് ലോക്കറ്റിന്റെ സൈസ് എന്ന് പറയണത്. അപ്പോൾ ഇത് ജസ്റ്റ് 82 അത്രേ വരുന്നുള്ളൂ. നല്ല ബഡ്ജറ്റ് പ്രൈസ് ആണ്. ബാക്കിൽ ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഇനി കാണിക്കുന്നത് കുറച്ചും കൂടി വലിയ ലോക്കറ്റാണ്. ഇത് വൈറ്റ് സ്റ്റോൺസ് വെച്ചിട്ട് വരുന്ന ലോക്കറ്റാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് 8 പിടിയുടെ മാലകളിലൊക്കെ ധാരാളം യൂസ് ചെയ്യാനായിട്ട് പറ്റുവേ. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഗോൾഡ് ചെയിൻ ഉണ്ടെങ്കിൽ അതിൽ കൂടെ ഒരു ലോക്കറ്റ് ആഡപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ചൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. 220 വരുന്നുള്ളൂ. നല്ല ബഡ്ജറ്റ് പ്രൈസ് ആണ്. ഇതിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒത്തിരി സ്റ്റോൺ വർക്ക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഉള്ളിൽ ഒരു ലീഫിന്റെ ഡിസൈൻ കൂടിയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലുപ്പത്തിൽ വരുന്ന ഒരു ഐറ്റം കൂടിയാണ്. ഇത് ബാക്കിൽ ഇതെങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതാണ് 220 ആണ്. അപ്പോൾ ഇത് 3 ലോക്കറ്റ്സ് നമ്മുടെ അവൈലബിൾ ആണ്. ലക്ഷ്മിദേവിയുടെ ചിത്രം ഉള്ളതും പിന്നെ അതുപോലെ ഓം എഴുതിയ താലിയും പിന്നെ നമുക്ക് ഈ ലോക്കറ്റ് കേട്ടോ. ഇതിലേതാണ് നിങ്ങൾക്ക് വേണ്ടത് സ്ക്രീൻഷോട്ട് എടുക്കുക. നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഡെലിവറിയും കൂടി അവൈലബിൾ ആണ്. ബ്ലാക്ക് സ്റ്റോൺ വെച്ച ഇയറിംഗ്സ് നമ്മുടെ അവൈലബിൾ ആണ് കേട്ടോ. നമ്മൾ അപ്പോഴേ റെഡ് സ്റ്റോൺ ആണ് കാണിച്ചത്. ബ്ലാക്ക് സ്റ്റോൺ അവൈലബിൾ ആണ്. സെന്ററിൽ ബ്ലാക്ക് ആണ്. ബാക്കിയെല്ലാം സെയിം ആണ്. ഒരു കുഞ്ഞു പൂവിന്റെ പാറ്റേൺ ആണ് വരുന്നത്. ബാക്കിൽ സ്ക്രൂസ് ആണ്. ഗോൾഡ് പ്ലേറ്റഡ് ആണ്. 290 ആണ് വരുന്നത്. നല്ല ബഡ്ജറ്റ് പ്രൈസ് ആണ്. അപ്പോൾ ഈ മാല മേടിക്കണം എന്നുള്ളവർക്കൊക്കെ കൂടെ ഇതെടുത്താൽ നമുക്ക് പെയർ ചെയ്തിട്ട് ഇടാനായിട്ട് പറ്റും കേട്ടോ. ബ്ലാക്കിനും ബ്ലാക്ക് നല്ല മാച്ചിങ് തന്നെയാണ്. ഇനി നമ്മൾ കാണിക്കുന്നത് സെന്ററിൽ ബോൾ ടൈപ്പിൽ വരുന്ന ബാംഗിൾസ് ആണ്. പ്ലെയിൻ ആയിട്ടുള്ള ബാംഗിൾസ് ആണ്. അത്യാവശ്യം നല്ല തിക്കിൽ വരുന്ന ബാംഗിൾസും കൂടിയാണ്. ഈ പാറ്റേൺ ആണ് വരുന്നത്. കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക്സ് ആണ് ഇതിൽ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഗോൾഡ് പ്ലേറ്റഡ് ആണ്. നല്ല തിക്ക് ഉണ്ട് കേട്ടോ ബാംഗിൾ. അത് 24ഉം 26 സൈസിൽ നമുക്ക് അവൈലബിൾ ആണ്. ഒരെണ്ണത്തിന്റെ പീസ് റേറ്റ് എന്ന് പറയുന്നത് 220 ആണ് വരുന്നത്. നല്ല ബഡ്ജറ്റ് പ്രൈസ് ആണ്. അപ്പോൾ ഇത് മേടിച്ച് നോക്കുക. സിമ്പിൾ പാറ്റേൺസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ഇത് ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 220, 24ഉം 26 സൈസ് അവൈലബിൾ ആണ്. 24ന്റെ എത്ര സെന്റിമീറ്റർ വരുന്നുണ്ടെന്ന് ഞാൻ കാണിക്കാം. മെഷർമെന്റ് 26ന്റെ എത്ര വരുന്നുണ്ടെന്ന് കാണിച്ചേക്കാം കേട്ടോ. എന്നും നമ്മൾ മെഷർമെന്റ് എടുക്കുമ്പോൾ ബാംഗിൾസിന്റെ നമ്മുടെ കറക്റ്റ് സൈസിലുള്ള ഒരു ബാംഗിൾ എടുക്കുക. ഇങ്ങനെ സെന്റർ ടു സെന്റർ സ്കെയിൽ വെച്ച് മെഷർ ചെയ്യണം കേട്ടോ. ആ ഉള്ളിലുള്ള ഗ്യാപ്പ് മാത്രം മെഷർ ചെയ്താൽ മതി. അപ്പോൾ ഇത് 5.6 അല്ലെങ്കിൽ 5.7ന്റെ അടുത്താണ് വരുന്നത്. അപ്പോൾ ഇത് 24 സൈസുകാരുടെയാണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ മെഷർമെന്റ് എന്നും ചെക്ക് ചെയ്തിട്ട് വേണം പർച്ചേസ് ചെയ്യാനായിട്ട്. ഇനി അടുത്ത് 26ന്റെ കൂടി ഞാൻ കാണിച്ചേക്കാം. 26ന്റെ വരുന്നത് ഏകദേശം 5.96ന്റെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ. ഇതാണ് 26ന്റെ മെഷർമെന്റ് വരുന്നത്. ഇത് അറിയാത്തവർക്കായിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ടെന്ന് മാത്രം. ഒത്തിരി പേർക്ക് അറിയാത്ത കാണുന്ന ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മെഷർ ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ബാംഗിൾസ് വരുന്ന പാറ്റേൺ. റൗണ്ടിന്റെ ബോൾ പാറ്റേൺ ആണ് വരുന്നത്. ഇനി നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന താലിക്കൂട്ടം കണ്ടാലോ. ഈ പാറ്റേണിലാണ് താലിക്കൂട്ടം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇങ്ങനത്തെ പാറ്റേൺ ആണ്. ഇങ്ങനത്തെ ഒത്തിരി പേർക്ക് ഇഷ്ടമാണ് ഈ പാറ്റേണും കൂടി. നല്ല സിമ്പിൾ ആയിട്ടുള്ള ചെയിൻ ആണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. സിമ്പിൾ ചെയിൻ പറഞ്ഞാൽ അത്രയും സിമ്പിൾ ആണ്. നല്ല രസമുള്ള ചെയിനാണ്. 8 പിടിയുടെ മാലയാണ്. നല്ല ഫിനിഷിങ്ങിൽ വരുന്ന ചെയിനാണ്. ജസ്റ്റ് ഞാൻ അതിന്റെ ക്ലോസർ വ്യൂ കാണിക്കാം. ഇങ്ങനെയാണ് ചെയിൻ വരുന്നത്. അപ്പോൾ ഇതെടുക്കുമ്പോൾ നമ്മൾ ഇതിന്റെ ഹൊക്കും കൂടി ചേർത്ത് നമ്മൾ അവൈലബിൾ ആക്കി തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ വേറെ ലോക്കറ്റ്സ് ഒക്കെ ഇടണം എന്നുള്ളവർക്ക് ഇപ്പോൾ ചെയിൻ്റെ കൂടെ ലോക്കറ്റ്സ് ഇടാം. അപ്പോൾ നമ്മൾ ഈ ഹുക്കും കൂടി ചേർത്താണ് കേട്ടോ നിങ്ങൾക്ക് അയച്ചു തരിക. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വിടർത്തിയിട്ട് ഇത് മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് വേറെ ലോക്കറ്റിന്റെ കൂടെയും
നമുക്ക് ഇത് ഇടാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 യൂസാണ്. താലിയായിട്ടും യൂസ് ചെയ്യാം. നമുക്ക് ഇനിയിപ്പോൾ വേറെ എവിടെയെങ്കിലും പോകുമ്പോൾ ലോക്കറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ലോക്കറ്റ്സും കൂടി ചേർത്തിട്ട് യൂസ് ചെയ്യാനായിട്ട് ഇത് മാറ്റി വെച്ചിട്ട് അതും കൂടി ചേർത്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റുമേ. അപ്പം അങ്ങനെ 2 in 1 യൂസാണ് ഇപ്പോൾ ഈ ഒരു പാറ്റേണിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുക. 460 വരുന്നുള്ളൂ. നല്ല ബഡ്ജറ്റ് പ്രൈസ് ആണ്. സിമ്പിൾ ആയിട്ടുള്ള നല്ല ഭംഗിക്ക് വരുന്ന താലിക്കൂട്ടാണ് വരുന്നത്. കുറച്ചും കൂടി ഇറക്കത്തിലാണ് വരുന്നത്. നമ്മൾ ഈ താലി കാണാനായിട്ട് കയറ്റി വെച്ചിരിക്കുന്നതാണ്. ഇതാണ്. അപ്പോൾ 460 മറക്കരുത് പർച്ചേസ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ക്ലിയറൻസിൽ കൊടുക്കുന്ന ഓരോ പീസ് വരുന്ന ഐറ്റംസ് ആണ്. അപ്പൊ നമുക്കത് വേഗം കണ്ടുപോകാം അല്ലെ. അപ്പൊ ഈ പാറ്റേണിൽ വരുന്ന പേളിന്റെ ചെയിൻ ആണ്. സിംഗിൾ ലെയർ ആണ് വന്നിരിക്കുന്നത്. വൈറ്റ് പേളിന്റെ ചെയിൻ ആണ്. ഒത്തിരി പേള്, പിന്നെ കുറച്ച് തിക്കായിട്ടുള്ള ഗോൾഡ് പ്ലേറ്റഡിന്റെ ചെയിൻ, അങ്ങനെയാണ് ആ മോഡലാണ് വരുന്നത്. അപ്പൊ ഇത് 510 നമ്മളിപ്പോൾ കൊടുക്കുന്നത്. ബാക്കിൽ ഇതേ കൊളുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വേണ്ട, കൊളുത്ത് വേണം എന്നുള്ളവർക്ക് നമ്മൾ അതും കൊടുക്കുന്നതായിരിക്കും. അപ്പൊ 8 പിടിയുടെ മാലയാണ്. ഇതിന് മുമ്പ് നമ്മൾ വീഡിയോസ് ഇട്ടില്ലാണ്, അതുകൊണ്ട് ഒത്തിരി ഞാൻ പറയുന്നില്ല. അപ്പൊ ഇതാണ് ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത്. അപ്പൊ ക്ലിയറൻസ് സെല്ലിൽ ഓരോ പീസേ ഉള്ളൂ കേട്ടോ. ഇന്ന് കാണിക്കുന്ന ക്ലിയറൻസ് സെല്ലിൽ നമുക്ക് സിംഗിൾ പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ 510 പേളിന്റെ ചെയിനാണ് കാണിക്കുന്നത്. ഇനി കാണിക്കുന്നത് രുദ്രാക്ഷത്തിന്റെ മാലയാണ്. ഇത് 8 പിടിയുടെ രുദ്രാക്ഷത്തിന്റെ മാലയാണ്. ഈ പാറ്റേൺ ആണ് വരുന്നത്. ഒരു മീഡിയം സൈസ് രുദ്രാക്ഷം അത്രേ ഉള്ളൂ കേട്ടോ. ഒത്തിരി ഹെവി അല്ല, മീഡിയം സൈസാണ്. അതിന്റെ ഇടയിലുള്ള ഡിസൈനും വർക്ക്സ് ഒക്കെ ഒത്തിരി ഹൈലൈറ്റിംഗ് ആണ്. നല്ല ഭംഗിയാണ് കേട്ടോ. ഈ റൗണ്ട് വർക്ക് എന്ന് പറയുന്നത് 8 പിടിയുടെ മാലയാണ്. അപ്പൊ 24 ഇഞ്ച് വരും ടോട്ടലി. ബാക്കിൽ കൊളുത്തും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണത്തിനും ഒരു ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല. വല്ലതുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എടുത്ത് പറയും. ഇത് ക്ലിയറൻസിന്റെ ഭാഗമായിട്ട് മാത്രം നമ്മൾ കൊടുക്കുന്നതാണ് കേട്ടോ. ഓരോ പീസേ ഉള്ളൂ. നല്ല ഗോൾഡ് പ്ലേറ്റഡിന്റെ രുദ്രാക്ഷത്തിന്റെ മാലയാണ്. അപ്പൊ ഇത് നമ്മൾ കൊടുക്കുന്നത് 550 ആണ്. നല്ല ബഡ്ജറ്റ് പ്രൈസ് ആണ്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ആണുങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതാണ്. അപ്പൊ നമുക്ക് COD കൂടി അവൈലബിൾ ആണ്. മറക്കരുത്, GPay ആയാലും പേയ്മെന്റ് ചെയ്യാം, COD ആയാലും നമുക്ക് ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ കസ്റ്റമേഴ്സിന്. ഇപ്പൊ രുദ്രാക്ഷത്തിന്റെ മാല. ഇനി കാണിക്കുന്നത് റൂബി സ്റ്റോൺ വെച്ച് വരുന്ന ഒരു കുഞ്ഞു നെക്ലസ് പാറ്റേണിൽ വരുന്ന ഒരു ഐറ്റം കൂടിയാണ്. ഇത് ഈ പാറ്റേണിലാണ് വരുന്നത്. മേളിലെല്ലാം സ്റ്റോൺ വർക്ക്സ് ആണ് കേട്ടോ ഹൈലൈറ്റിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. റൗണ്ട് ബോൾസും റിങ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഹൈലൈറ്റിംഗ് ഈ ഒരു ലോക്കറ്റ് പോലുള്ള ഈ സാധനം തന്നെയാണ് കേട്ടോ. നല്ലൊരു ഹൈലൈറ്റിംഗ് ആണ് അത്. ഇതിൽ കംപ്ലീറ്റ് കണ്ടോ സ്റ്റോൺ വർക്ക്സ് ആണ് വരുന്നത്. ഇതിന്റെ ചെയിൻ ആയാലും അത്യാവശ്യം തിക്കുള്ള ചെയിനാണ് കേട്ടോ പാറ്റേൺ വരുന്നത്. ബാക്കിൽ ഇഷ്ടംപോലെ കണ്ണികളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ നമ്മുടെ സൈസിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ക്ലിയറൻസിന്റെ ഭാഗമായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 560 വരുന്നുള്ളൂ. നല്ല ബഡ്ജറ്റ് പ്രൈസ് ആണ്. പർച്ചേസ് ചെയ്ത് നോക്കുക. ഒരു ഡാമേജും ഇല്ലാത്ത ഐറ്റം കൂടിയാണ്. ഇതാണ് കേട്ടോ അതിന്റെ ക്ലോസർ വ്യൂ എന്ന് പറയുന്നത്. ലാസ്റ്റ് ഐറ്റം ക്ലിയറൻസിൽ കാണിക്കാനുള്ള നമുക്ക് മുഖപ്പൂ ചെയിൻ ആണ് കേട്ടോ. ഈ പാറ്റേണിൽ വരുന്ന മുഖപ്പൂ ചെയിൻ ആണ്. 3 റൂബി സ്റ്റോൺസ് വെച്ചിട്ടുള്ള വർക്കാണ്. സ്റ്റാർ പോലെയുള്ള വർക്ക്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ് നല്ല തിക്കായിട്ടുള്ള ചെയിൻ ആണ് കണ്ടോ. 2 ചെയിനും കൂടി ചേർന്നാൽ എത്ര ഉണ്ടാവും അത്രയും തിക്നെസ്സിൽ വരുന്ന ചെയിൻ ആണ്. ഇതാവുമ്പോൾ നമുക്ക് ലോക്കറ്റ് പോലും ആവശ്യമില്ല. നമ്മളെ ഈ ഷോൾഡറിന്റെ ഈ ഭാഗത്തായിരിക്കും നമുക്ക് ഈ ഐറ്റം വന്ന് ഉണ്ടാവുക കേട്ടോ, കിടക്കുക. അപ്പൊ നമുക്ക് നല്ല ഭംഗിയായിരിക്കും കാണാനും. നമുക്ക് സിമ്പിൾ ആയിട്ട് വെയർ ചെയ്യാനും പറ്റും. നല്ല രസമാണ് ഐറ്റം. അപ്പൊ ഇതാണ് കൊടുക്കുന്നത്. അപ്പൊ 699 ആണ് നമ്മൾ ഇപ്രാവശ്യം കൊടുക്കുന്നത്. ഇതാണ് ചെയിന്റെ പാറ്റേൺ. ബാക്കിൽ കൊളുത്തും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഗോൾഡ് പ്ലേറ്റഡ് ആണ്. ഗോൾഡ് പ്ലേറ്റഡിന്റെ മുഖപ്പൂ ചെയിൻ ആണ് കേട്ടോ. റൂബി സ്റ്റോൺസ് ഉള്ള മുഖപ്പൂ ചെയിൻ ആണ് കാണിച്ചത്. ഇന്നത്തെ ഐറ്റംസ് എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പർച്ചേസ് ചെയ്യുക. പർച്ചേസ് ചെയ്യുന്ന എല്ലാവരുടെയും പേര് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ലൈവായിട്ട് തന്നെ ആയിരിക്കും കേട്ടോ സെലക്ട് ചെയ്യുക വിന്നേഴ്സിനെ. അപ്പോൾ ക്യാഷ് പ്രൈസ് ആണ്, മറക്കരുത്. അപ്പം നിങ്ങൾക്കായിരിക്കാം സമ്മാനം കിട്ടുന്നത്. അതേപോലെ കമൻസ് ഇടുക. കമൻസിൽ നിന്ന് 2 പേർക്കും അവർക്കും ക്യാഷ് പ്രൈസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ആ ഓണത്തിന്റെ ആ സമയത്തായിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ തന്നെ നമ്മൾ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സമ്മാനങ്ങൾ കിട്ടട്ടെ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.